കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നോയമ്പിൽ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ധ്യാനിക്കുന്നത് 10 കൽപ്പനകളെക്കുറിച്ചാണെന്ന് നമുക്കറിയാം. നമ്മൾ ആദ്യത്തെ 2 കൽപ്പനകൾ എന്താണ് നമ്മൾ കേട്ടു, നമ്മൾ മനസ്സിലാക്കി, നമ്മൾ പ്രാർത്ഥിച്ചു. ആ വചനം കൊണ്ട് നമ്മളെ തന്നെ ആ ഒരു കർത്താവിൻ്റെ കൽപ്പനകൾ കൊണ്ട് നമ്മളെ തന്നെ ചേർത്ത് പിടിക്കുകയും നമ്മൾ ദൈവമായി കൂടുതൽ അടുത്ത് ജീവിക്കുകയും നമ്മൾ ചെയ്തല്ലോ. എന്നാൽ 3-ാമത്തെ കൽപ്പന നമുക്കെല്ലാവർക്കും അറിയാം. റിമെമ്പർ ദ ഡേ ഓഫ് ദ ലോർഡ് ആൻഡ് കീപ്പ് ഇറ്റ് ഹോളി. കർത്താവിൻ്റെ ദിനം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ ദിനം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, കർത്താവിൻ്റെ ദിനം ഒരു വിഷയം നമ്മൾ വിചാരിക്കും സൺഡേ മാത്രമാണ്, അല്ലെ സൺഡേ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ച ക്രിസ്ത്യാനിയാണ്. ചില വ്യക്തികളുണ്ട്, ഞായറാഴ്ച ക്രിസ്ത്യാനികളുണ്ട്, ഇടദിവസം ക്രിസ്ത്യാനികളുണ്ട്, വെള്ളിയാഴ്ച ക്രിസ്ത്യാനികളുണ്ട്. അപ്പം കർത്താവിൻ്റെ ദിനം എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ ദിവസവും കർത്താവിൻ്റെ ദിനമാണ്, എല്ലാ ദിവസവും പരിശുദ്ധിയുള്ള ദിനമാണ്, എല്ലാ ദിവസവും അനുഗ്രഹമുള്ള ദിവസമാണ്, എല്ലാ ദിവസവും സൂര്യൻ വരുന്ന അല്ലെങ്കിൽ അസ്തമിക്കുന്നത് പോലെ തന്നെ, സൂര്യൻ ഉദിക്കുന്നത് പോലെ തന്നെ, എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, കർത്താവിൻ്റെ വചനം ഇറങ്ങി വരുന്നുണ്ട്, കർത്താവിൻ്റെ ശക്തി ഇറങ്ങി വരുന്നുണ്ട്, കർത്താവിൻ്റെ ഏറ്റവും വലിയ സ്നേഹം മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രകടമാകുന്നുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ ദിനം പരിശുദ്ധമായി എങ്ങനെ കാത്തു സൂക്ഷിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 3 കാര്യങ്ങൾ. 1, സൺഡേ. ആദ്യത്തെ കാര്യം സൺഡേ വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക, പ്രാർത്ഥന മനോഭാവത്തോടെ ജീവിക്കുക. ഒരു വ്യക്തിയെ സഹായിക്കാൻ ഒരു അവസരം ലഭിച്ചാൽ അത് ചെയ്യുക. കുടുംബത്തിലായിരിക്കുമ്പോൾ കുടുംബത്തിലുള്ള വ്യക്തികളുമായി സ്നേഹം പങ്കുവച്ച് ജീവിക്കുക. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിൽ കൂടുതൽ യൂത്ത് അല്ലെ യുവജനങ്ങൾ സെലക്ട് ചെയ്യുന്ന ഒരു ഫീൽഡ് IT മേഖലയാണ്. ഒരു പക്ഷേ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്നൊരു ചിന്തയായിരിക്കാം. അപ്പോൾ എല്ലാവരും IT ഫീൽഡിലാണ് പ്രവർത്തിക്കുന്നത്. IT ഫീൽഡിൽ അവർക്ക് ശനിയാഴ്ച ഞായറാഴ്ച അവധിയാണ്. അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസമാണ് എല്ലാ ആൾക്കാരും ഒരുമിച്ച് വരുന്നത്. അതായത് കർത്താവായ യേശുമിശിഹ ഉദ്ധാനം ചെയ്ത ശേഷം ശിഷ്യന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഞായറാഴ്ച ഒരു ദിനമാണ് കുടുംബക്കാർ ഒരുമിച്ച് അവരുടെ കുടുംബത്തിൽ സന്തോഷം പങ്കുവയ്ക്കുന്നു, കുടുംബത്തിൽ നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നു, കളി ചിരി സന്തോഷം എല്ലാം ഞായറാഴ്ച ദിവസം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഞായറാഴ്ച ദിവസം ദൈവാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി ഓരോ കുടുംബത്തിൽ വിശുദ്ധ കുർബാനയിൽ തുടങ്ങിയാണ് മുമ്പോട്ട് പോകുന്നത്. വിശുദ്ധ കുർബാനയിൽ ലഭിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ഓരോ ആത്മാവിലും ഓരോ വ്യക്തിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ് വിശുദ്ധ കുർബാനയുടെ ശക്തി. അപ്പോൾ ആ വിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. 2-ാമത്തെ കാര്യം നമുക്കറിയാം, ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക, കുടുംബമായി സ്നേഹത്തോട് ജീവിക്കുക, കുടുംബത്തിന് നന്മ ചെയ്യുക. 2-ാമത്തെ കാര്യം ഡേ ഓഫ് റെസ്റ്റ്. നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നില്ലേ, ഓൺ ദ 7th ഡേ ഗോഡ് റെസ്റ്റ്. 7-ാം ദിനം ദൈവം വിശ്രമിച്ചു. ഈ 7-ാം ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് വിശ്രമം കൊടുക്കണം. കഴിഞ്ഞ 6 ദിവസം എല്ലാ തിരക്കും ഓട്ടവും, സ്കൂളിൻ്റെ പഠനം, ജോലി ഭാരം, കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഈ 7-ാം ദിവസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നമ്മളെ തന്നെ ശാന്തമാക്കി ദൈവാശ്രയത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദിനമാണ്. ദൈവത്തോട് ചോദിക്കുക, കർത്താവേ, എൻ്റെ ജീവിതത്തിലുള്ള കുറവ് എവിടെയാണ്? എൻ്റെ ജീവിതത്തെ ഒന്ന് എൻ്റെ വിശ്രമം നൽകണമേ. എൻ്റെ ആത്മാവിന് പാപത്തിൽ നിന്നൊരു വിശ്രമം നൽകണമേ. ഞാൻ എൻ്റെ ആത്മാവ് കൂടുതൽ നിൻ്റെ അടുത്ത് നിന്നോട് സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവസാനത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന് വേണ്ടി ഒരു സ്ഥാനം കൊടുക്കുക, ദൈവത്തെ മാനിക്കുക, ദൈവത്തെ ബഹുമാനിക്കുക. പാപം ചെയ്യുന്ന വ്യക്തിയുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോകും. പക്ഷെ ആ ദൈവാശ്രയത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ നോയമ്പ് കാലം ദൈവത്തിൻ്റെ ദിനം, എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ദിനമാണ്, ആ ദിനം പരിശുദ്ധിയോടെ ഞാൻ കാത്തു സൂക്ഷിക്കാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നോയമ്പ് പൂർത്തിയാക്കാം. തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.